ജലാശയ അപകടങ്ങളെ ഒഴിവാക്കാനും അപകടങ്ങളിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താനും സൗജന്യ നീന്തൽ പരിശീലനവുമായി മഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ അധികൃതരും സിവിൽ ഡിഫൻസ് TDRF വളണ്ടിയർമാരും. കാടപ്പടി ലാൻസ്റ്റർ ഫാമിലി സ്പോർട്സ് ഹബിൽ നടന്ന പരിശീലനത്തിൽ പങ്കെടുത്തത് 85-ലേറെ വിദ്യാർത്ഥികൾ. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെത്തുന്ന രോഗികളാണ് മഴക്കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ ദുരിതം അനുഭവിക്കുന്നത്. ആശുപത്രിയുടെ മുറ്റത്ത് വിരിച്ച ഇന്റർലോക്ക് കട്ടകൾ ഇളകി. മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നതോടെ കാൽനടയാത്ര പോലും ദുഷ്കരമാവുകയാണ് ഇവിടെ. ഇളകിയ കട്ടയിലൂടെ ആശുപത്രിയിലേക്ക് എത്തുന്ന വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ രോഗികളുടെയും ജീവനക്കാരുടെയും ദേഹത്ത് ചെളി തെറിക്കുന്നതും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ രോഗികൾ ഡോക്ടറെ കാണാനായി ഇരിക്കുന്ന താൽക്കാലിക ഷെഡ് ചോർന്നൊലിക്കുന്നതിനാൽ ഇരിപ്പിടങ്ങൾ നനഞ്ഞ് രോഗികൾക്കൊന്ന് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. നിലവിലുള്ള താൽക്കാലിക ഷെഡിന്റെ തൂണുകൾ പോലും തുരുമ്പെടുത്ത് നശിച്ചു കഴിഞ്ഞു. ഇതോടൊപ്പം ആശുപത്രി കോമ്പൗണ്ടിലെ പഴകിയ കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ഓടുകൾ ഇളകി നിൽക്കുന്നത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ശക്തമായ കാറ്റും മഴയും ഉണ്ടായാൽ മേൽക്കൂര തകർന്നു വീണ് വലിയ ദുരന്തം ഉണ്ടാവാനും സാധ്യത ഏറെയാണ്. ഇത് ഇവിടെ എത്തുന്ന രോഗികൾക്കും ജീവനക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുകയാണ്. പഴയ ഒരുപാട് കാലമായിട്ട് ഉള്ളൊരു ബിൽഡിംഗ് ആണിത്. അപ്പോൾ ഈ ഓടൊക്കെ മാറ്റൽ എന്തായാലും നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും പല രോഗികളും ഒരു നിത്യേന ഒരു 250 ആ റേഞ്ചിൽ രോഗികൾ വരുന്ന ഒരു ആശുപത്രിയാണിത്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ അവസ്ഥകളൊക്കെ മാറണം. അത്രയ്ക്ക് കാറ്റും മഴയൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രാവശ്യം കാറ്റും മഴയൊക്കെ കുറച്ച് അധികമാണ്. അപ്പോൾ നമ്മൾ തുടക്കം തന്നെ മഴ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടില്ലെങ്കിൽ വൻ ദുരന്തം ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികളുടെ മുന്നിൽ എത്തണം എന്നുള്ളൊരാവശ്യം കൊണ്ടാണ് ഞാൻ ഇതിൽ ഇങ്ങനെ പ്രതികരിക്കാൻ കാരണം. എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് രോഗികൾക്കും ജീവനക്കാർക്കും ഭയമില്ലാതെ ആശുപത്രിയിൽ വന്നു പോകാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെയും ജീവനക്കാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുക്കം.